ഏകദേശം 23 ദിവസമായി എൻ്റെ കിച്ചൺ ഷട്ട് ഡൗൺ ആണ്. ഫാമിലി നാട്ടിലും. അടുപ്പ് പുകഞ്ഞിട്ട് ദിവസങ്ങളായിരിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലുമായി അബുദാബിയിലെ പല പല ഹോട്ടലുകൾ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ലിസ്റ്റിലുള്ളത് NH47 എന്ന ഹോട്ടലിലെ മട്ടൻ ബിരിയാണിയാണ്. ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ മിതമാക്കി വയറൊക്കെ കാലിയാക്കി ഞാൻ ഒരു 1:30 പുറത്തേക്കിറങ്ങി. ഒറ്റയ്ക്ക് എങ്ങനെ പോകും? മനസ്സിൽ തെളിഞ്ഞ ആദ്യ മുഖം പ്രിയപ്പെട്ട അജിത് ഭായിയുടേതാണ്. ഞാൻ മൊബൈലെടുത്ത് ഡയൽ ചെയ്തു. എപ്പോഴത്തെയും പോലെ മധുരമായ ശബ്ദത്തിൽ ഏറെ സ്നേഹത്തോടെ മറുതലക്കൽ നിന്നും അജിത് ഭായിയുടെ ചോദ്യം: ഹരീഷേ, NH47 മട്ടൻ ബിരിയാണി കഴിക്കാൻ വരുന്നോ? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളല്ലേ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഏതായാലും NH47 വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. സീൻ 2. NH47. അബുദാബിയിൽ ഏറ്റവും പുതിയതായി തുടങ്ങിയ ഗംഭീര ഭക്ഷണശാല. ഞങ്ങൾ മട്ടൻ ബിരിയാണി കഴിച്ച് തീരാറായിരിക്കുന്നു. അതീവ രുചികരമായ ഭക്ഷണം, നല്ല ആംബിയൻസ്. കൈയൊക്കെ കഴുകി ഞങ്ങൾ റിസപ്ഷനിലേക്ക് വന്നു. നാദലയത്തിന്റെ പ്രോഗ്രാമുകൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഹാളും സൗകര്യങ്ങളുമൊക്കെ വിലയിരുത്താറുണ്ട്. NH47 പാർട്ടി ഹാളും ഞങ്ങൾ നോക്കിക്കണ്ടു. അജിത് ഭായിയുടെ മട്ടും ഭാവവും ഗാംഭീര്യവുമൊക്കെ കണ്ട ഹോട്ടൽ മാനേജർ ഞങ്ങളെ അനുഗമിച്ചു. ഹോട്ടലിന്റെ പ്രത്യേകതകളൊക്കെ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അപ്പോഴതാ കോട്ടും സ്യൂട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട ഒരു പ്രൗഢഗംഭീരനായ മനുഷ്യൻ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നു. അൽസാബി ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം. പെട്ടെന്ന് എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഞാൻ കോൾ എടുത്ത് പുറത്തേക്കിറങ്ങി. അജിത് ഭായിയും പ്രിയതമ രാധയും അവരോട് സംസാരിച്ചു നിൽക്കുന്നു. ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി. ഏറെ വാത്സല്യത്തോടെ ഒരു വലിയേട്ടനെ പോലെ അജിത് ഭായി എന്നെ ചെയർമാന് പരിചയപ്പെടുത്തി. ഇതാണ് ഹരീഷ്. പറഞ്ഞു തീരും മുൻപേ ചെയർമാൻ എന്നെ അടിമുടിയൊന്ന് നോക്കി. ഓ, ഇതായിരുന്നല്ലേ അജിത്തിന്റെ മകൻ? എന്നിട്ടൊരു ഷെയ്ക്ക് ഹാൻഡും തന്നു. ഒരു നിമിഷം നിശബ്ദത. ഞാൻ അജിത് ഭായിയുടെ മുഖത്തേക്ക് നോക്കി. രക്തം വാർന്നു പോയിരിക്കുന്നു. നന്നേ ചുരുണ്ട മുടിയൊക്കെ വടി പോലെ എണ്ണീറ്റ് നിൽക്കുന്നു. അല്പം മുമ്പ് കഴിച്ച മട്ടൻ ബിരിയാണി അജിത് ഭായിയുടെ വയറ്റിൽ ഉരുകി ദഹിക്കുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. കൂടുതലൊന്നും സംസാരിക്കാതെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. രാധയുടെ മുഖത്ത് അമർഷവും ദേഷ്യവും. ഞാൻ വേഗം തന്നെ അവിടുന്ന് സ്കൂട്ടായി യാത്ര പറഞ്ഞ് മുന്നേ നടന്നു. എൻ്റെ കാതുകളിൽ അപ്പോൾ ഒരു അശരീരി പോലെ രാധയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. മനുഷ്യ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മുടിയൊക്കെ ഡൈ ചെയ്ത് വൃത്തിയും മെനയുമായിട്ടൊക്കെ നടക്കണമെന്ന്. ഞാൻ മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. അജിത് ഭായിയുടെ കഴുത്തിൽ പിടിക്കാൻ ഓങ്ങിയ കൈകൾ വേഗം കോളറിന് നേരെ മാറ്റി പൊടിയൊക്കെ തട്ടി ഒരു വാളിച്ച ചിരി. ഞാൻ നടന്നകന്നു. NH47 ഒരു AK-47 മാറിയിരിക്കുന്നു.